തൃശൂർ നഗരത്തിലെ കിഴക്കേക്കോട്ടയിലെ ഒരു പാർസൽ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ച ലഹരിയുടെ അന്വേഷണത്തിലാണ് പോലീസ് പടിഞ്ഞാറേക്കോട്ടയിലുള്ള ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ അടക്കമുള്ള ജിമ്മിൽ പോകുന്നവർക്കും മറ്റും ഉപയോഗിക്കാനുള്ള പലവിധ വസ്തുക്കൾ വിൽക്കുന്നൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇത്തരത്തിലൊരു ലഹരിക്കടത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് പോലീസ് പറയുന്നത്. അതായത് പാർസലിൻ്റെ മറവിലായിരുന്നു ഇവർ ലഹരി കടത്തിയിരുന്നത്. അസം സ്വദേശിയായ പ്രജ്വൽ എന്നൊരാളുടെ പേരിലായിരുന്നു ഈ പാർസൽ ഉണ്ടായിരുന്നത്. വസ്ത്രങ്ങൾ എന്നായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതായത് വസ്ത്രങ്ങൾ പാർസൽ കൊടുക്കാനെന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ ഈ ലഹരി പാർസൽ അയച്ചിരുന്നത്. ഇത് പ്രധാനമായും കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ലഹരി കച്ചവടം നടത്തുന്നത്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇവർ ഇത്തരത്തിൽ വാട്സപ്പിലൂടെ അഡ്രസ്സ് മേടിച്ച ശേഷം അവർക്ക് ഈ ലഹരി വസ്ത്രങ്ങൾ എന്ന പേരിൽ അയച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ, അതായത് ഈ ജിം ഉടമയും ഒപ്പം തന്നെ ഫിറ്റ്നസ് ട്രെയിനറുമായ വിഷ്ണു എന്നയാൾക്കെതിരെ മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് 5ാം തവണയാണ് ഈ വിഷ്ണു എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത്. ഈ പ്രജ്വൽ എന്ന അസം സ്വദേശി ഒരു കൊലക്കേസ് പ്രതി കൂടിയാണ്. ഒരു അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കൂടിയാണ്. ഇയാളുടെ പേരിലാണ് ഈ വിഷ്ണു ഈ കൊറിയർ അയച്ചിരുന്നത്. വസ്ത്രങ്ങൾ എന്ന പേരിൽ ലഹരി വസ്തുക്കൾ അയച്ചിരുന്നത് ഈ പ്രജ്വൽ എന്നയാളുടെ പേരിലാണ്. വിഷ്ണുവിൻ്റെ കൂട്ടാളി തന്നെയാണ് ഈ പ്രജ്വലും. ഇത്തരത്തിൽ 5ാം തവണയാണ് ഇയാൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ വിഷ്ണു ഈ ലഹരി കേസിൽ പിടിയിലാകുന്നത്. തൃശൂർ സിറ്റി പോലീസാണ് ഇയാളിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൽ പോലീസ് ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യമടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കിഴക്കേക്കോട്ടയിൽ ഒരു പാർസൽ സ്ഥാപനത്തിൽ നിന്ന് പിടികൂടിയത് 1/2 കിലോയോളം കഞ്ചാവും ഒപ്പം തന്നെ 5 MDMA ഗുളികകളുമാണ്. നിരന്തരമായി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ വസ്ത്രങ്ങൾ എന്ന പേരിൽ ഒരു ലഹരി കച്ചവടം നടത്തി ലഹരി അയച്ചു കൊടുക്കുന്ന ആളുകളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇവർ വലയിലായിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.